നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 34 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. ദൈവം ദാവീദിൻ്റെ നിലവിളി കേട്ടു. ദൈവം ദാവീദിങ്കിലേക്ക് ചാഞ്ഞു വന്നു. ദൈവം ദാവീദിനോട് കരുണ ചെയ്തു.
ദൈവം ദാവീദിനെ ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ദൈവം ദാവീദിൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. ദൈവം ദാവീദിൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ദൈവം ദാവീദിൻ്റെ വായിൽ പുതിയൊരു പാട്ട് നൽകി. ദൈവത്തെ സ്തുതിക്കുവാനുള്ള പുതുഗീതം ദാവീദിൻ്റെ നാവിൽ ദൈവം ദാനമായി വരച്ചു വെച്ചു. സ്തുതി, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ദൈവത്തിൻ്റെ സ്തുതി, ദൈവത്തിനുള്ള സ്തുതി, ദൈവത്തിനുള്ളതായ സ്തോത്രം, ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതായ സ്തുതിയും സ്തോത്രവും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ നാവിൽ ദൈവത്തിനുള്ള സ്തുതി ഇരിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. ഞാൻ സ്തുതിക്കുന്നത് കേട്ട് എളിയവർ സന്തോഷിക്കും. ഞാൻ സ്തുതിക്കുന്നതും സ്തോത്രം ചെയ്യുന്നതും കേട്ട് അനേകർ ആനന്ദിക്കും. എന്നോട് ചേർന്ന് നിങ്ങളും യഹോവയെ മഹിമപ്പെടുത്തുവീൻ. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ സ്തുതിക്കുന്നു, നിങ്ങളും എന്നോടൊപ്പം സ്തുതിപ്പീൻ എന്നാണ് ദാവീദ് ആഹ്വാനം ചെയ്യുന്നത്. എനിക്ക് ദൈവം സ്തുതി തന്നു, എനിക്ക് ദൈവം ആരാധന തന്നു, എനിക്ക് സ്തുതിപ്പാൻ ദൈവം മോചനം തന്നു, എനിക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം പാപ ക്ഷമ നൽകി, എനിക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. നിങ്ങളും എന്നോടൊപ്പം ദൈവത്തെ സ്തുതിപ്പീൻ. നാം ഒത്തുചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുവീൻ. 33-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്: നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. സ്തുതി ഉചിതം, അത് മനോഹരം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. അത് യോഗ്യമായ കാര്യമാണ്, അത് യുക്തമായ കാര്യമാണ്, അത് ന്യായമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ദാവീദ് തുടർന്ന് 33-ാം സങ്കീർത്തനത്തിൽ പറയും: കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവീൻ, അവന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. 10 കമ്പിയുള്ള വീണ കൊണ്ട് ആ ദൈവത്തിന് സ്തുതി പാടുവീൻ. ബാഹ്യേന്ദ്രിയങ്ങൾ 5 ആന്തരേന്ദ്രിയങ്ങൾ 5 ഈ 10 കമ്പിയുള്ള വീണ കൊണ്ട് ഈ ശരീരത്തിൻ്റെ പുറമേയുള്ള അവയവങ്ങൾ 5 അകമേയുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ 5 ഈ 10 അവയവങ്ങൾ 10 ഇന്ദ്രിയങ്ങൾ കൊണ്ട് യഹോവയ്ക്ക് സ്തുതി പാടുവീൻ. 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവീൻ, അവന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. പ്രിയപ്പെട്ടവരെ, സെൻസ് ഓർഗൻസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ജ്ഞാനേന്ദ്രിയങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ജ്ഞാനേന്ദ്രിയങ്ങൾ, സെൻസ് ഓർഗൻസ്. മനഃശാസ്ത്രജ്ഞന്മാർ പറയും സെൻസ് ഓർഗൻസ് ആർ ദ ഗേറ്റ് വേസ് ഓഫ് നോളജ്. അറിവിൻ്റെ പാതകളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. ദൈവം മനുഷ്യന് തന്നതായ ഒരു സിദ്ധിയാണ് സെൻസ് ഓർഗൻസ്. ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ, ബാഹ്യമായ ജ്ഞാനേന്ദ്രിയങ്ങൾ, ആന്തരികമായ ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇവ 10 ഇന്ദ്രിയങ്ങൾ കൊണ്ട് 10 കമ്പിയുള്ള വീണ കൊണ്ട് ദൈവത്തെ സ്തുതിപ്പീൻ. എന്തിനാണ് ദൈവം നമുക്ക് അവയവങ്ങൾ തന്നത്? നമ്മുടെ അവയവങ്ങൾ നാം എന്തിനാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്? എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശവും നമ്മുടെ മനസ്സിൻ്റെ ഓരോ അണുവും ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്, ദൈവത്തെ വാഴ്ത്തേണ്ടതാണ്. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ എന്നാണ് ഇവിടെ ദാവീദ് പാടുന്നത്. 81-ാമത്തെ സങ്കീർത്തനത്തിൽ നാം തുടർന്ന് വായിക്കും: നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടുവീൻ, തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവീൻ. ദൈവത്തെ സ്തുതിപ്പാൻ ആരംഭിപ്പീൻ. പ്രിയപ്പെട്ടവരെ, സ്തുതിക്കാൻ ആരും ഭയപ്പെടേണ്ട, സ്തുതിക്കാൻ ആരും ലജ്ജിക്കേണ്ട. സ്തുതി നമ്മുടെ പദവിയാണ്. സ്തുതി ഒരു വിശ്വാസിയുടെ ഭാഗ്യപദവിയാണ്. സ്തുതി ഒരു സിദ്ധിയാണ്. സ്തുതി ഒരു പദവിയാണ്. സ്തുതി ഒരു ഭാഗ്യമാണ്. സ്തോത്രം അതൊരു കീർത്തനമാണ്. സ്തോത്രം സന്തോഷ ചിഹ്നമാണ്. സ്തോത്രം സ്നേഹത്തിൻ്റെ അടയാളമാണ്. സ്തോത്രം നന്ദിയുടെ പ്രതീകമാണ്. സഹോദരങ്ങളെ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. വീണ്ടും നാം വായിക്കും 103-ാം സങ്കീർത്തനം. അവിടെ എന്താണ് കാണുന്നത്? എൻ്റെ മനസ്സേ
നീ യഹോവയെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ മനസ്സേ നീ അടങ്ങിയിരിക്കല്ലേ, നീ യഹോവയെ സ്തുതിച്ചുകൊള്ളൂ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. എന്തൊരാശ്വാസകരമായ വാക്കാണ്. രോഗങ്ങളെ സൗഖ്യമാക്കി. ദൈവത്തോട് നന്ദിയുണ്ട്. ബന്ധനങ്ങൾ മാറ്റിത്തന്നു, ബന്ധനങ്ങൾ അഴിച്ചു തന്നു. ദൈവത്തോട് നന്ദിയുണ്ട്. മാത്രമല്ല അകൃത്യങ്ങൾ മോചിച്ചു തന്നു, പാപങ്ങൾ ക്ഷമിച്ചു തന്നു. ദൈവത്തോട് അഗാധമായ കടപ്പാടുണ്ട്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു, പാപത്തെ അങ്ങ് ദൂരെ മാറ്റിയിരിക്കുന്നു. ഉദയവും അസ്തമയവും തമ്മിൽ ചേരുകയില്ല, വരികയില്ല, ഒത്തുവരികയില്ല. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നു. ഒരിക്കലും ഉദയവും അസ്തമയവും ഒന്നിച്ചു വരികയില്ല. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ ദൈവം നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു, ഇനി ഒരിക്കലും വരാതെ അകറ്റിയിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. എന്തൊരാശ്വാസം! ദൈവത്തിൻ്റെ കരുണയാണ് പ്രിയരെ നമുക്ക് കിട്ടുന്നത്. ദിവസം പ്രതി ഈ കരുണയാണ് നമ്മുടെ മേൽ ചൊരിയുന്നത്. ഈ കരുണയുള്ളത് കൊണ്ടല്ലേ സഹോദരങ്ങളെ ഞാൻ ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഈ കരുണയുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ സുബോധത്തോടെ ഈ വചനം കേൾക്കുന്നത്. ദൈവത്തിൻ്റെ ഈ കരുണയുള്ളത് കൊണ്ടല്ലേ നമ്മുടെ കൈകാലുകൾ ചലിക്കുന്നത്. ദൈവത്തിൻ്റെ ഈ കരുണയുള്ളത് കൊണ്ടല്ലേ നമുക്കിന്ന് സുബോധം ഉണ്ടായിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയുള്ളത് കൊണ്ടല്ലേ നമുക്കിന്ന് ഓർമ്മശക്തി ഉള്ളത്. ദൈവത്തിൻ്റെ കരുണയുള്ളത് കൊണ്ടല്ലേ നമുക്ക് തിരുവചനം കേൾക്കാൻ ഒരു മധുരം കിട്ടിയത്, അതിനൊരു ആർത്തി വന്നത്. എല്ലാം കരുണയല്ലേ, ദൈവത്തിൻ്റെ കൃപയല്ലേ. എത്രയോ പേർക്ക് ഇത് ലഭിച്ചില്ല. വചനം എന്ന് പറയുന്നതിൻ്റെ മധുരം എത്രയോ പേർക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഈ തിരുവചനത്തിൻ്റെ മാധുര്യം, തിരുവചനത്തിൻ്റെ ആസ്വാദ്യത, അതിൻ്റെ രുചിയുടെ പറ്റ് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? നമുക്ക് കിട്ടിയില്ലേ? ഈ വചനം കേൾക്കാനൊരു ദാഹം വന്നില്ലേ? നിസ്സാരമല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയാണ്. അപ്പൻ്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ നമ്മോട് വലുതായിരിക്കുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, അത്ര വിശാലവും അത്രമാത്രം വികസ്വരവുമായ ദൈവകൃപയാണ്, ദൈവദയയാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. 107 സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മാത്രമല്ല ഇങ്ങനെ നാം തുടർന്ന് വായിക്കുകയാണ്. തിരുവചനം അങ്ങനെയാണ് വായിക്കുന്നത്. ഇരുളിലും അന്ധതമസിൽ ഇരുന്നവർ, അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ, അവരുടെ ഹൃദയം കഷ്ടത കൊണ്ട് താഴ്ത്തി, അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. 13 വാക്യം. 107 സങ്കീർത്തനം 13 വാക്യം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലി സ്തുതിക്കട്ടെ. മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സ്തുതി നമുക്ക് നന്ദി പറയാൻ വകയില്ലേ. ഞാൻ കഴിഞ്ഞൊരവസരത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പ്ലസ് പോയിൻ്റുകൾ എണ്ണുവീൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന നന്മകളെ എണ്ണി എണ്ണി നോക്കുവീൻ. നാം പലപ്പോഴും നമുക്കുള്ള പരാധീനതകളാണ് നോക്കുന്നത്. എനിക്കതില്ല ഇതില്ല എന്ന് നാം ചില ഇല്ലായ്മകളാണ് കണക്ക് കൂട്ടി പറയുന്നത്. ദൈവമേ, നീ എനിക്കത് തരാത്തത് എന്താ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് നീ അത് തരാതെ എന്നെ നീ നിരസിച്ചത് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്നാൽ എനിക്ക് നീ ഇന്നത് തന്നല്ലോ എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? പ്ലസ് പോയിൻ്റുകൾ എണ്ണുവീൻ. കൗണ്ട് ദ പ്ലസ് പോയിൻറ്റ്സ്.
പ്ലസ് പോയിന്റുകൾ എണ്ണുവീൻ. എനിക്ക് കർത്താവേ, എനിക്ക് ഇത്രയും ഒരു വിദ്യാഭ്യാസം തന്നു ഇല്ലേ, എനിക്ക് ആഹാരത്തിന് മാർഗം തന്നു ഇല്ലേ, എനിക്ക് കർത്താവെ ഒരു കിടപ്പാടം നീ തന്നു. കരുണയുള്ള കർത്താവേ, എനിക്ക് ഇത്രത്തോളം കാലം ആയുസ് നീ നീട്ടിത്തന്നു. ഓരോന്നോരോന്നും കണ്ടുപിടിക്കാം, ഓരോന്നോരോന്ന് എണ്ണാൻ തുടങ്ങാം. നിങ്ങളുടെ ജീവിതം അടുത്തു പോകുമ്പോൾ, നിങ്ങളുടെ ജീവിതം ക്ഷീണിച്ചു പോകുമ്പോൾ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ വിരസത വരുമ്പോൾ, നിങ്ങൾക്ക് വന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും യാതനകളും വേദനകളും രോഗങ്ങളും എല്ലാം നിങ്ങളെ അലട്ടി നിങ്ങൾ വാടിക്കൊഴിയാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ മാറിയിരുന്നിട്ട് നന്മകൾ എന്തെല്ലാം ഉണ്ടായി എന്നൊന്നായി എണ്ണാൻ തുടങ്ങൂ. എൻ്റെ കർത്താവേ, എനിക്ക് നീ ഒരു ഭാര്യയെ തന്നില്ലേ, എനിക്ക് നീ ഒരു ഭർത്താവിനെ തന്നില്ലേ, കർത്താവേ എനിക്ക് നീ കുഞ്ഞുങ്ങളെ തന്നില്ലേ, ഓരോന്ന് എന്തെല്ലാമാണോ നിങ്ങൾക്കുള്ളത് ഓരോന്ന്, എനിക്ക് നീ സ്നേഹമുള്ള മാതാപിതാക്കളെ തന്നില്ലേ, അതില്ലേ മറ്റ് നന്മ എന്തുണ്ട്, ഓരോന്നോരോന്ന് നിങ്ങൾ എണ്ണുവീൻ. നിങ്ങൾ ചിലർ പറയും, സാറേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല, എൻ്റെ ഭർത്താവ് കോപിഷ്ഠനാണ്, എൻ്റെ ഭാര്യ ഭയങ്കര കോപിയാണ്, എൻ്റെ മക്കൾ അനുസരണം കെട്ടവരാണ്, എനിക്ക് നല്ലൊരു വീടില്ല, എനിക്ക് സ്വന്തം കിടപ്പാടമില്ല, വാടക വീട്ടിലാണ്, വാടക കൊടുക്കാൻ മാർഗമില്ല, വരുമാനമില്ല. നിങ്ങളിങ്ങനെ ഇല്ലായ്മകൾ പലതും പറയുന്നുണ്ടല്ലോ. എന്നാൽ ഉള്ളതെന്താണ് പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്ക് എന്താണ് ഉള്ളത്? ഉള്ളത് എടുക്കുക, അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. സ്തുതി ഉചിതവും അത് മനോഹരവുമാകുന്നു. അതാണ് 147 സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. സ്തുതി ഉചിതമാണ്, അത് മനോഹരമാണ്. 147 സങ്കീർത്തനം, അവിടെ നാം അങ്ങനെ കാണുന്നുണ്ട്. സ്തുതി ഉചിതവും അത് മനോഹരവുമല്ലോ. യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. എന്താണ് കാരണം? യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവീൻ. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ. സഹോദരങ്ങളെ, സ്തുതി ഉചിതമാണ്, അത് മനോഹരമാണ്, അത് ആദരണീയമാണ്. സ്തുതിയെ നാം സ്വന്തമാക്കുവാൻ നാം അതിയായി കൊതിക്കണം. അതിനെന്താണ് വേണ്ടത്? അത് 142 സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ പറയുന്നുണ്ട്. സ്തുതിക്കാൻ എന്താണ് യോഗ്യത? അത് 142 സങ്കീർത്തനം 7 വാക്യം. ഞാൻ നിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. പ്രാണൻ കാരാഗ്രഹത്തിൽ കിടന്നാൽ സ്തുതിയില്ല, പ്രാണൻ കാരാഗ്രഹത്തിൽ കിടന്നാൽ സ്തോത്രമില്ല. കർത്താവേ, നിൻ്റെ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. അനേകം പേര് ഇന്ന് ചില പാപത്തിൻ്റെ കാരാഗ്രഹത്തിലാണ്, സാത്താൻ്റെ ജയിലറയിലാണ്, പൈശാചികൻ്റെ ബന്ധനത്തിലാണ്, ചില ദുശ്ശീലങ്ങളുടെ അടിമത്വത്തിലാണ്, ചില ദുസ്വഭാവങ്ങളുടെ പിടിയിലാണ്. അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മകനെ, നിൻ്റെ ജീവിതത്തിലേക്ക് നോക്കൂ. പ്രിയമകളെ, നിൻ്റെ ജീവിതത്തിലേക്ക് നോക്കൂ. നീ ചില ബന്ധനങ്ങളിലല്ലേ? നീ സാത്താൻ്റെ കാരാഗ്രഹത്തിലല്ലേ? മദ്യത്തിൻ്റെ അടിമത്വത്തിലല്ലേ? നീ കൊള്ളരുതാത്ത ബന്ധങ്ങളുടെ അടിമത്വത്തിലല്ലേ? നിൻ്റെ ഭാര്യയല്ലാതെ അന്യ സ്ത്രീയുടെ പിടിപാടിലും അവളുടെ കെട്ടുപാടിലും നീ ഇന്ന് കുരുങ്ങിക്കിടക്കുകയല്ലേ? മകളെ, നീ ഇന്ന് നിൻ്റെ ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ച് അന്യപുരുഷൻ്റെ മേനി കൊതിച്ച് മാറുകയല്ലേ? ചിന്തിക്കൂ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. നിൻ്റെ ഹൃദയത്തിൽ അഴുക്ക് മോഹങ്ങളില്ലേ? മോഹങ്ങളുടെ അടിമയല്ലേ? നീ ദ്രവ്യാഗ്രഹത്തിൻ്റെ അടിമയല്ലേ? സ്വാർത്ഥതയുടെ അടിമയല്ലേ? തനിക്ക് താൻ പോരുമയുടെ അടിമയല്ലേ? ഓരോന്നോരോന്ന് ചിന്തിക്കൂ. സ്ഥാനമോഹത്തിൻ്റെ അടിമയല്ലേ? സ്ഥാനമോഹം അതൊരു പാവമാണെന്ന് പലരും ചിന്തിക്കാറില്ല. സ്ഥാനമോഹം. വലിയവനാകണം, ഉന്നതനാകണം, ആളുടെ മുമ്പിൽ നല്ല പിള്ളയാകണം, എല്ലാവരുടെയും പ്രശംസ വേണം. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു സ്വയമുണ്ട്, ഒരു ഇഗോയുണ്ട്. അത് പാപമാണ്. ഓർക്കുക, സെൽഫ് മഹാപാപമാണ്. സ്വയം എന്നത് ഒരു മഹാപാപമാണ്. സെൽഫ് ഇഗോ അത് മനുഷ്യൻ്റെ ജീവിതത്തെ ഗ്രസിക്കുന്നൊരു മഹാപാപമാണ്. ചിന്തിച്ചു നോക്കൂ. ഞാൻ കൊലപാതകം ചെയ്യുന്നില്ല, ഞാൻ മദ്യപിക്കുന്നില്ല, ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല. പക്ഷേ ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. ഞാനും ചിന്തിച്ചു നോക്കട്ടെ. എന്നിൽ ഇപ്പോഴും മുറുകെ പറ്റുന്ന ചില പാപങ്ങളില്ലേ? മുറുകെ പറ്റുന്നതായ പാപങ്ങൾ, വിട്ടിട്ടും പോകാത്ത ചില പാപങ്ങൾ, ഏറ്റു പറഞ്ഞിട്ടും മാറാത്ത ചില പാപങ്ങൾ, പലപ്പോഴും വേണ്ട വേണ്ട എന്ന് വെച്ചിട്ടും പിന്നെയും ജീവിതത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ചില പാപങ്ങൾ. ഈ പാപങ്ങൾ ഓരോന്നോരോന്നും എണ്ണി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് കർത്താവേ, നിൻ്റെ കൃപ എനിക്ക് തരണമേ എന്ന് മുട്ടിപ്പായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനമഴിയും, കെട്ടുകളഴിയും.
സഹോദരങ്ങളെ, മാത്രമല്ല അപ്പോൾ ജയിലറയിൽ നിന്ന് പുറത്തു വരും. ജയിലറയിൽ നിന്ന് പുറത്തു വന്നാൽ ആഘോഷത്തോടെ ആരവാരത്തോടെ സ്തുതിക്കാം. കർത്താവേ, നിൻ്റെ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. സ്നേഹിതരെ, നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ. നിങ്ങൾ കാരാഗ്രഹത്തിലാണോ? നിങ്ങൾ സാത്താൻ്റെ ജയിലറയിലാണോ? എവിടെയാണ് പിശാച് നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്നത്? ഏത് പാപത്തിന് ചങ്ങലയിലാണ് നിങ്ങളെ കുരുക്കിയിട്ടിരിക്കുന്നത്? ഏത് ചിന്താഗതിയുടെ ചങ്ങലയിലാണ് നിങ്ങൾ കുടുങ്ങി കിടക്കുന്നത്? എവിടെയാണ് നിങ്ങളുടെ ബന്ധനം? മകനെ, നീ ആഗ്രഹിച്ചാൽ എൻ്റെ കരുണയുള്ള കർത്താവ് പറഞ്ഞു തരും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞതാണെന്നാണ് എൻ്റെ വിചാരം. 17-ാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെട്ടു. 17-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ വേല ചെയ്ത് ഓടി നടന്നു. വർഷങ്ങൾ ഓടി നടന്നു. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, വേറെ എനിക്ക് സ്ഥാപിത താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നും ദൈവത്തിൻ്റെ വേല ചെയ്യണം, കർത്താവിന് പ്രിയദാസനായി നിൽക്കണം. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ ദൈവം ഒരു കൃപ തന്നു. 36-ാമത്തെ വയസ്സിൽ എവിടെയെല്ലാമോ ചില പോരായ്മകളുണ്ട്, എവിടെയെല്ലാമോ തിരുത്താനുണ്ട്, എവിടെയെല്ലാമോ ഇനിയും ശരിയാകാനുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എവിടെയെല്ലാമോ ബന്ധനങ്ങളുണ്ട്. കർത്താവ് കൃപ ചെയ്തു. ഉള്ളത്തിലേക്ക് തിരുവചനത്തിൻ്റെ വെളിച്ചം വീശി തന്നു. സഹോദരങ്ങളെ, ഒരിക്കൽ ഞാൻ തിരുവചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അവസാന ഖണ്ഡികയിൽ, കർത്താവേ, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ അവളുടെ വീര്യപ്രവൃത്തികളെ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നെ വിട്ടു പോകുവീൻ, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവരോട് തീർത്തു പറയുമെന്ന് കർത്താവിൻ്റെ തിരുവചനം. അത് വായിച്ച് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചാലും, കർത്താവിൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്താലും, കർത്താവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയാലും, എൻ്റെ ദൈവമേ, അവിടുന്ന് എന്നെ അറിയില്ല എന്ന് പറയുമോ? അവിടുന്ന് നിന്നെ ഞാൻ അറിയുന്നില്ല, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം നിന്നിൽ നിന്ന് പോയിട്ടില്ല എന്ന് കർത്താവ് പറയുമോ? അധർമ്മം പ്രവർത്തിക്കുന്നവരെ, എന്നെ വിട്ടു പോകുവീൻ എന്ന് ഞാൻ അവരോട് തീർത്ത് പറയും. ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവരോട് തീർത്ത് പറയും. ഈ വചനം കേട്ട് ഞെട്ടിയിട്ട് ഞാൻ ആ വേദപുസ്തകം മടക്കി വെച്ച് ഞാനിരുന്ന് കരയാൻ തുടങ്ങി. കർത്താവേ, ഉണ്ട് അധർമ്മം, ചിന്തയിൽ ചീത്ത ചിന്തകളുണ്ട്, വിചാരത്തിൽ ചീത്ത വിചാരങ്ങളുണ്ട്, മോഹത്തിൽ അഴുക്ക് മോഹങ്ങളുണ്ട്, കാഴ്ചപ്പാട് അശുദ്ധമാണ്. കർത്താവേ, ദ്രവ്യാഗ്രഹമുണ്ട്, ആളുകൾ മാനിക്കണം, ആളുകൾ പുകഴ്ത്തണമെന്നുള്ള ചിന്തയുണ്ട്. ഞാനിരുന്ന് കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ദയവായി ശ്രദ്ധിക്കൂ. 1973 മെയ് മാസം 10-ാം തീയതി വ്യാഴാഴ്ച രാത്രി ഞങ്ങളുടെ പള്ളിയിലെ പ്രസംഗം കഴിഞ്ഞ് ഞാനിവിടെ വന്ന് എൻ്റെ കിടപ്പുമുറിയിൽ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അമ്മയും എല്ലാം ഉറങ്ങിയതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഞാൻ കരയാൻ തുടങ്ങി. ഓരോന്നോരോന്നായി ഓർത്ത് കരയാൻ തുടങ്ങി. ഓരോ പാപങ്ങളൊന്നൊന്നായി കണ്ടുപിടിച്ചു. ഭാഗ്യവശാൽ പ്രവൃത്തിയിലെ പാപങ്ങളിലേക്ക് പോയിരുന്നില്ല. ഞാൻ സിനിമ കാണാൻ പോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പുകവലിച്ചിട്ടില്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ അരുതാത്ത കൂട്ടുകെട്ടിന് പോയിട്ടില്ല, ഞാൻ ചീട്ടുകളി സംഘങ്ങൾ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അതിനൊന്നും പോകാനിട വന്നില്ല. പക്ഷേ എൻ്റെ ഹൃദയം നേരല്ലായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ ചീത്ത ചിന്തകളുണ്ടായിരുന്നു. പുറത്തു പറയാൻ അറയ്ക്കുന്ന ചിന്തകൾ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഞാനന്ന് ഇരുന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, എല്ലാ ബന്ധനവും ഒന്ന് അഴിച്ചു തരണം, എന്നെ മുഴുവനായിട്ടൊന്ന് കഴുകണം കർത്താവേ, എന്നെ മുഴുവനായിട്ടൊന്ന് കഴുകണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മുഴുവനായൊരു കഴുകൽ എനിക്ക് തരണം. ഒരു പൊടി പോലും എനിക്ക് ബന്ധനം പാടില്ല കർത്താവേ. ഞാനിരുന്ന് കരഞ്ഞു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിൻ്റെ പിറ്റേ ദിവസം 73 മെയ് മാസം 11-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് എൻ്റെ തലയിലേക്ക് സ്വർഗീയ സ്നേഹം പകർന്നു. സ്വർഗീയ സ്നേഹം സ്തുതിയായിട്ടിറങ്ങി. സ്തുതി എന്താണെന്ന് ഞാനന്ന് അനുഭവിക്കാൻ തുടങ്ങി. അന്ന് സ്തോത്രത്തിൻ്റെ കീർത്തന മാധുര്യം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. എൻ്റെ സഹോദരങ്ങളോട് ഞാനൊരു വാക്ക് പറയാം. നിങ്ങൾക്ക് ബന്ധനം അഴിഞ്ഞു കിട്ടും, നിങ്ങളുടെ സകല പാപങ്ങളും മാറിക്കിട്ടും, നിങ്ങൾക്ക് ശോഭനമായ ഭാവി കിട്ടും, നിങ്ങൾക്ക് ഈ ലോകത്ത് വിശുദ്ധരായി ജീവിക്കാം. നിങ്ങളുടെ വേല തികച്ച് നിങ്ങൾ ജീവനുള്ള ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ച് നിൽക്കുമ്പോൾ ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. ഇവിടെ കയറി വരുവീൻ. വേല തികച്ചു മോനെ, നിൻ്റെ വേല തീർന്നു മോനെ, നിൻ്റെ ശുശ്രൂഷ തികച്ചു മോനെ, ഇനി നീ വന്ന് വിശ്രമിച്ചു കൊള്ളുക. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നീ വിശ്രമിക്കാം. നിനക്കിനി സാവധാനത്തിൽ, സന്തോഷത്തിൽ, ആശ്വാസദേശത്ത് നിനക്ക് വിശ്രമിക്കാം.
ദൈവത്തിന് സ്തോത്രം. അതൊരു ഭാഗ്യമല്ലേ പ്രിയപ്പെട്ടവരെ? ബന്ധനം വഴിയുന്നത് ഭാഗ്യമല്ലേ? ശത്രുവിൻ്റെ ജയിലിൽ നിന്ന് പുറത്തു വരുന്നത് ഭാഗ്യമല്ലേ? ജയിലറയിൽ കിടക്കുന്നവരെ, പൈശാചികരുടെ ബന്ധനത്തിൽ പിടയുന്നവരെ, സാത്താനിട്ട് ഞെരുക്കുന്നവരെ, സാത്താനിട്ട് ഞെരിക്കുന്നവരെ, ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ പൈശാചികനോട് യാത്ര പറയുവീൻ. പാപക്കെട്ടുകളെ പൊട്ടിക്കുന്ന ക്രിസ്തുവിൻ്റെ അത്ഭുത ശക്തിയിൽ ആശ്രയിക്കുവീൻ. തിരുരക്തത്തിൽ ശരണപ്പെടുവീൻ. ഇനി വേണ്ട, എനിക്കൊരു പാപത്തിൻ്റെ പൊടി പോലും വേണ്ട, പാപത്തിൻ്റെ കണിക പോലും ഇനി എന്നെ തൊടരുത്. ഞാനിതാ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കാൻ പോകുന്നു. ഈ തലമുറയിൽ ഒരു വിശുദ്ധനായി ജീവിച്ചിട്ട് വരുംകാല തലമുറകളിലേക്ക് വിശുദ്ധിയുടെ സൗരഭ്യം പകരാൻ എൻ്റെ ആയുസിത ഉടയവനെ നിന്റെ ആണിപ്പാടുള്ള കൈകളിലേക്ക് തരുന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ പ്രിയരെ? ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കുവാൻ കഴിയുമോ? നിങ്ങളെ തന്നെ ഏൽപ്പിക്കുവാൻ കഴിയുമോ? യേശു എന്ന കാര്യം നീട്ടി നിൽക്കുന്നു. സ്തുതിയുടെ മേലാട് നിങ്ങളെ ധരിപ്പിക്കുവാൻ, സ്തുതിയുടെ അഭിഷേകം നിങ്ങളുടെ മേൽ പകരുവാൻ, സ്തുതിയുടെ സ്തോത്രം നിങ്ങൾക്ക് തരുവാൻ അവനിതാ നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നു. സ്തുതി നിങ്ങളുടെ നാവിന്മേൽ വരയ്ക്കുവാൻ, സ്തുതി നിങ്ങളുടെ ചങ്കിൽ വരച്ചെഴുതി തരുവാൻ, മാത്രമല്ല സ്തുതി നിങ്ങളുടെ തലച്ചോറിൽ വരച്ചു തരുവാൻ, നിങ്ങളുടെ ഓരോ കോശത്തിലും സ്തുതി സ്തുതി എന്ന് വരച്ചെഴുതി തരുവാൻ, ഇതാ മുദ്ര തരുവാൻ ക്രിസ്തു വന്ന് നിൽക്കുന്നു. അവനെ നിങ്ങൾ കാണുവീൻ, അവനെ നിങ്ങൾ സ്നേഹിപ്പീൻ, അവനോട് നിങ്ങൾ വാക്ക് പറയുവീൻ. ആ സ്നേഹത്തിൻ്റെ ബലിവേദിയിൽ നിങ്ങളെ തന്നെ നിങ്ങൾ അർപ്പണം ചെയ്യുവീൻ. ദൈവത്തോട് വാക്ക് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഓരോരുത്തരും തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇതാ ഈ ഒരു വാക്ക് നിങ്ങൾ ഏറ്റുപറയുവീൻ. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എൻ്റെ നാഥ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, മഹാകാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ അത്ഭുത നിമിഷങ്ങൾക്കായി സ്തോത്രം. സ്നേഹദൂതനായി സ്തോത്രം. ആശ്വാസ സന്ദേശത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മ നൽവരങ്ങൾക്കായി സ്തോത്രം. അഭിഷേക തൈലത്തിനായി സ്തോത്രം. സ്വർഗീയ കൃപകൾക്കായി സ്തോത്രം. സ്വർഗത്തിൻ്റെ വാഴുകൾ നിങ്ങളുടെ മേൽ പെയ്യുന്നതിനായി സ്തോത്രം. കർത്താവേ, പിന്മഴയാൽ വിത്ത് കിളിർക്കണമേ. കർത്താവേ, ഈ വിത്ത് കിളിർത്ത് അത് വളരുമാറാകണമേ. നല്ല മേനിയായി വിളയുമാറാകണമേ. 100, 60, 30 മേനിയായി വിളയണമേ. കർത്താവേ, വചനം കേട്ട് എല്ലാവരെയും വാഴ്ത്തണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കണമേ. ദുശ്ശീലങ്ങൾക്ക് അടിമകളായവരെ മോചിപ്പിക്കണമേ. കർത്താവേ, പാപബന്ധനങ്ങൾ അഴിച്ചു കൊടുക്കണമേ. കർത്താവേ, ജീവനുള്ള ദൈവമേ, കുടുംബങ്ങളിലേക്ക് സമാധാനം അയക്കണമേ. പൈശാചിക ശക്തിയെ ഹൃദയത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഉച്ചാടനം ചെയ്യുവാനുള്ള നൽവരം നൽകണമേ. കർത്താവേ, എല്ലാവരെയും വാഴ്ത്തണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശുക്രിസ്തുവിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.